ചേച്ചി ഈ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ് ആദ്യം സിദ്ദിഖിനെ കൂവിയതായിരുന്നു. സിദ്ദിഖ് സംസാരിക്കാൻ വരുന്നു ചൂരൽമല വിഷയത്തിൽ. സർക്കാർ എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? സർക്കാർ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിലവിലെ MLA ആയിട്ടുള്ള സിദ്ദിഖ് ഒന്നും ചെയ്തില്ല എന്ന രീതിയിലേക്ക് അവിടെയുള്ളവർ പറയുന്നത് സിദ്ദിഖിന് എതിരെ ആളിനെ ഇറക്കി കൂവിച്ചതാണ്, അല്ലെങ്കിൽ അവിടത്തുകാർക്ക് സിദ്ദിഖ് എന്ന MLA ഒരു പരാതിയും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അത് പല CPM നേതാക്കളും അത് പറയുകയും ചെയ്തു. പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞു ആ ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഏറ്റവും ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ആള് സിദ്ദിഖാണ്. ഇക്കാര്യം KK ശൈലജ പറയുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. കാരണം ആ സമയത്ത് അവർ ഈ MLA എത്ര ഏത് രീതിയിലാണ് അവിടെ പ്രവർത്തിച്ചതെന്ന് അവർ തന്നെ പോഴ്ത്തുന്നൊരു അവിടെ എല്ലാവരും. കാര്യം ഇപ്പൊ MP എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ, വയനാട് MP കോൺഗ്രസിന്റെ. രാഹുൽ ഗാന്ധി വരുമ്പോൾ പറയുന്നുണ്ട് സിദ്ദിഖാണ് വിളിച്ചു പറയുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിക്കുന്നതും ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന ആളും സിദ്ദിഖാണ്. ഇല്ല എന്ന് നമുക്കിപ്പോ എന്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ വീഡിയോസോ വിഷ്വൽസോ ഏത് ചാനലിൽ എടുത്താലും അവിടെ സിദ്ദിഖിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട് മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് വളരെ വൈകാരികമായി നിൽക്കുന്ന ഒരു സിദ്ദിഖിനെ കണ്ട സ്ഥലത്ത് നിന്നാണ് സിദ്ദിഖിനെ ഒരു വേദിയിൽ സംസാരിക്കാൻ അനുവദിക്കാതെ കൂകുന്നത്. അതിപ്പോ സിദ്ദിഖ് അതിപ്പോ നമുക്കറിയാം രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ് എന്ന് പറയുമ്പോ പോലും ആലോചിക്കണം. ഒരൊറ്റ നോട്ടം കൊണ്ട് മൈക്കിന്റെ കൂവൽ വരെ നിർത്തിച്ച മുഖ്യമന്ത്രി ഉള്ള വേദിയിലാണെന്ന് ഓർക്കണം. അല്ല, മുഖ്യമന്ത്രിക്ക് അത് വേറൊരു രീതിയിൽ വേണമെങ്കിൽ മാറ്റാമായിരുന്നു. സിദ്ദിഖിനെ കൂവുമ്പോ എഴുന്നേറ്റ് അരുത് എന്ന് കൈവച്ച് കാണിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് ഉയർന്നേനെ. അതിനുള്ള ബുദ്ധി PR ടീമിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് തൊട്ട് പിന്നാലെയാണ് മമ്മൂട്ടിയുടെ വിഷയം വരുന്നത്. മമ്മൂട്ടിയുടെ കേസിൽ മമ്മൂട്ടിയുടെ വിഷയം വരുമ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നടത്തിയതാരാണ്? സൈബർ സഖാക്കന്മാർ. പക്ഷേ ഇപ്പൊ അതെങ്ങനെയാ അവര് പറയുന്നത്? അതല്ല അതായത് മമ്മൂട്ടിയുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ രീതിക്കാണ് അവിടെ ചുരൽമല സന്ദർശിക്കാൻ എത്തിയത്. അപ്പോൾ പ്രാദേശിക നേതാക്കന്മാരെല്ലാം കൂടെ ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറി അല്ലേ റസാഖ്, അദ്ദേഹം കൂടെ കുറേ അധികം സമയം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം മമ്മൂട്ടി പറഞ്ഞത് നിങ്ങൾ എന്തിനാ എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത്, കാരണം ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്, ഫോട്ടോകളുണ്ട്, അപ്പൊ എല്ലാത്തിലും അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണ് എന്ന് ആൾക്കാർ തെറ്റിദ്ധാരണ ഉണ്ടാവും. അത് അയാളോട് പറയാനുള്ള സ്പേസ് മമ്മൂട്ടിക്ക് ഉണ്ടായിരിക്കാം, അതുകൊണ്ടാണ് മമ്മൂട്ടി അത് പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞതോടുകൂടി ഇവിടെ മമ്മൂട്ടി എയറിലായി എന്ന് വെച്ചാൽ ഇത്രയും കാലം മോഹൻലാൽ ആയിരുന്നു എയറിലായിരുന്നത്. കാരണം മോഹൻലാലിനെ ഇവരെല്ലാം ഈ സൈബർ സഖാക്കന്മാർ മോഹൻലാലിനെ സംഘിച്ചാപ്പ ഇവരാണ് ഓരോരുത്തരെയും നിശ്ചയിക്കുന്നത്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇടതുപക്ഷ സർക്കാരിനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചാൽ ഉടനെ നമുക്ക് തരുന്നത് പട്ടമാണ് സംഘിപ്പട്ടം. ഈ ലോകത്ത് സംഘിയും സഖാവും അല്ലാതെ ഈ വേറെ മനുഷ്യരൊന്നും ഈ ലോകത്തില്ല എന്ന് കരുതുന്ന മൂഢന്മാരാണ് ഈ സൈബർ സഖാക്കൾ. അല്ലെങ്കിൽ തന്നെ സൈബർ സഖാക്കളുടെ ഒരു ധാരണയുണ്ട്, അഭിപ്രായം പറയുന്നവരെല്ലാം അല്ലെങ്കിൽ സ്വന്തമായി അഭിപ്രായം പറയുന്നവരെല്ലാം അല്ലെങ്കിൽ ഈ സഖാക്കൾക്കെതിരെ അഭിപ്രായം പറയുന്നവരെല്ലാം സംഘികളാണ്. പിന്നെ ഒരു കാര്യം അവർ കരുതിയിരിക്കുന്നത് ഇപ്പോ CPM-ന്റെ പല സ്ഥാനമാനങ്ങൾ ഉണ്ടാവും. അവരുടെ സംഘടനാ തലത്തിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ, ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ഇങ്ങനെയൊക്കെ പല നമുക്കത് അറിയേണ്ട കാര്യമില്ല. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അവരാരും ദൈവതുല്യരല്ല. പക്ഷേ ഇവർ കരുതുന്നത് ഈ ലോകത്തിന്റെ ഈ വാലാട്ടിക്കിളി അറിയാവോ, അത് വാലാട്ടുമ്പോൾ വിചാരിക്കുന്നത് ആ വാലാട്ടുന്നതിലാണ് ഈ ഭൂമി ഇങ്ങനെ കറങ്ങുന്നത്. ഈ ഒരു വാലാട്ടിക്കിളിയുടെ അവസ്ഥയാണ് ഇവിടെയുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് മൊത്തത്തിലുള്ളത്. ഇവരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്, ഈ ലോകമെല്ലാം ഇവരുടെ വാലിൽ ആടുന്ന അനുസരിച്ചാണ് എന്നാണ് ഒരു ധാരണ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഏതോ ദൈവമാണ്. അപ്പൊ അതിന്റെ മുന്നിൽ ഈ മമ്മൂട്ടി ചീള് കേസാണ്, വെറും ഒരു മുഖ്യമന്ത്രി. അല്ല, കേരളത്തിൽ നമ്മൾ പറയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളാരാ? മുഖ്യമന്ത്രി അല്ലെ? മുഖ്യമന്ത്രി പോലും ദൈവതുല്യനാണ് എന്ന് സഖാക്കൾ മാത്രമേ പറയുന്നുള്ളൂ. കേരളത്തിലെ പൊതുജനം ഇന്നും പറയുന്നില്ല. മുഖ്യമന്ത്രി അത്രേ ഉള്ളൂ, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. മുഖ്യമന്ത്രി മന്ത്രിമാർ എന്ന് പറയുമ്പോൾ ബഹു വേണമെന്ന് പറഞ്ഞ സർക്കാരാണ് ഈ സർക്കാർ. അവർക്കറിയാം ഒരു ബഹുമാനവും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പൊ ഈ സംഭവത്തിന് തൊട്ട് മുന്നേ വരെ മമ്മൂട്ടി അവർക്ക് വളരെ ആരാധ്യ പുരുഷനായിരുന്നു. പക്ഷെ ഈ ഒരു സംഭവത്തോടുകൂടി മമ്മൂട്ടി വെറുക്കപ്പെട്ടവൻ എന്താ അഴുക്ക് ചാല് മാലിന്യം പുറത്തു വന്നു എന്ന് പറഞ്ഞ് ആ സോഷ്യൽ മീഡിയയിൽ അതായത് CPM-ന് വേണ്ടി വായിട്ടലയ്ക്കുന്ന, പേന കുത്തി കുറിക്കുന്ന ഈ സൈബർ സഖാക്കന്മാർ, സൈബർ പോരാളികളെല്ലാം തന്നെ മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപമാണ്. അതായത് എന്ത് പറയുന്നത്, നനച്ചാലും കുളിച്ചാലും തീരാത്ത രീതിയിലുള്ള പൊതുവെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സംസ്കാര സമ്പന്നരാണ്, വിദ്യാസമ്പന്നരാണ്, അവർക്കാണ് ഈ സാംസ്കാരിക പൈതൃകം കിട്ടിയിട്ടുള്ളത് എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ എല്ലാവരും നിരന്നിരുന്നങ്ങ് കുരയ്ക്കുകയായിരുന്നു മമ്മൂട്ടിയെ നോക്കി. പക്ഷെ അത് കഴിഞ്ഞിട്ട് റസാഖിന്റെ ഒരു വിശദീകരണം വന്നു. അദ്ദേഹം മമ്മൂട്ടിക്ക് അനുകൂലമായിട്ട് പറഞ്ഞു. ഇതോടെ ആര് തേഞ്ഞു? ഈ കുരച്ചവരെല്ലാം തേഞ്ഞു. റഫീഖ് എഴുതിയതിൽ എന്താണ് പറഞ്ഞത്?
ഈ വലതുപക്ഷവും മാധ്യമങ്ങളും ചേർന്നാണ് ഈ വിഷയത്തെ ഇത്രത്തോളം വഷളാക്കിയതെന്നാണ് പറയുന്നത്. അല്ലാതെ വേറെ ആരും മമ്മൂട്ടിക്കെതിരെ ഒന്നും പറയുന്നത്. അദ്ദേഹം മനസ്സിലാക്കാതെ പോയൊരു കാര്യം, മമ്മൂട്ടിക്കെതിരെ അലച്ചത് മുഴുവൻ ആരായിരുന്നു? സൈബർ സഖ. നിങ്ങളുടെ അണികളാണ്, ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പടയാണ് മമ്മൂട്ടിയെ തെറി വിളിച്ചത്. വലതുപക്ഷക്കാരോ മാധ്യമങ്ങളോ മമ്മൂട്ടിയെ തെറി പറഞ്ഞില്ല. അവരെല്ലാം പറഞ്ഞത് എന്താണ്? മാധ്യമങ്ങളും വലതുപക്ഷവും പറഞ്ഞത് എന്തിനാണ്? ഈ റഫീഖ് കൂടെ നടക്കുന്നതിനെയാണ് വിമർശിച്ചത്. അല്ലാതെ മമ്മൂട്ടിയെ ആരും ഒരു വാക്കുകൊണ്ട് പോലും ഒന്നും പറഞ്ഞില്ല. മമ്മൂട്ടിയെ തെറി പറഞ്ഞത് മുഴുവൻ ഈ കമ്മിക്കൂട്ടങ്ങളാണ്. അല്ല, ഈ വിഷയത്തെ ഇത്രയും കത്തിച്ചതാരാ? ഈ സൈബർ സഖാക്കന്മാർ. എന്നിട്ട് സത്യത്തില്ല ഈ ഒരു വിഷയത്തെ ഇത്രയും കത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് അവര് ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ തൊട്ടവനെ തീർക്കും. ഇവരുടെ ചിന്താ ജെറോമിന്റെ മുദ്രാവാക്യം വിളി കേട്ടില്ലേ? അച്ഛനില്ലാത്ത നേരത്ത് എന്ന് പറഞ്ഞിട്ട്. അതെന്ത് ഒന്ന് ആലോചിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇരുന്നു കൊണ്ട്, രാഷ്ട്രീയ പാർട്ടിയിലൊന്നല്ല, നമുക്ക് ഏത് രീതിയിലും പറയാൻ പറ്റുന്ന ഒരു. അത് പണ്ട് മുതലേ SFIക്കാരുടെ മുദ്രാവാക്യം വിളിയെല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു നിലവാരവും ഇല്ലാത്ത മുദ്രാവാക്യമാണ് ഇവർ വിളിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു റീൽ ശ്രദ്ധയിൽപ്പെട്ട ായിരുന്നു. പാതിരിമാർക്കെതിരെ ഇവര് പണ്ട് വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട്, വിഴിഞ്ഞത്ത് ഈ പള്ളിയിലച്ചന്മാരുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ ഇവർ മുദ്രാവാക്യം വിളിക്കുന്നതുണ്ടായിരുന്നു. എത്ര വികൃതമായ മുദ്രാവാക്യങ്ങളാണ് അവർ വിളിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവർ ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതും. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പക്ഷെ അവസാനം ഇവർക്ക് തെറ്റിയത് എവിടെയാണ്? മുഖ്യമന്ത്രി നേരെ വന്ന് മമ്മൂട്ടിയോട് മാപ്പ് പറയേണ്ടി വന്നു. ആര് കാരണം? സൈബർ സഖ. പക്ഷെ അത് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, അതാണ് പ്രശ്നം. അവരിപ്പോഴും അത് അംഗീകരിക്കുന്നില്ല. സൈബർ സഖാക്കളല്ല ഇതൊക്കെ പിന്നിലെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ജിച്ചു അവര് പറയുന്നത്. ഇല്ല, വല്ല കോൺഗ്രസ്സുകാരന്മാരെ മമ്മൂട്ടി തെറി പറഞ്ഞതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണെങ്കിൽ മാപ്പ് പറയേണ്ട ആവശ്യം? അല്ല, അതാണ് ഇനിയിപ്പോ പറയാൻ പോകുന്നത്. അതിന്റെ മറ്റൊരു നറേഷൻ എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞത് അദ്ദേഹത്തിന് ഈഗോ ഇല്ല, അദ്ദേഹം ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. എവിടെയും മാപ്പ് പറയും, താഴും. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ മാപ്പ് പറയുന്നതിലൊന്നും യാതൊരു സംശയമില്ല. അല്ലാതെ അത് സൈബർ സഖാക്കളുടെ തെറ്റല്ല എന്നാണ് മറ്റൊരു നറേഷൻ ചേച്ചി ഇപ്പോഴും. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ KB ഗണേഷ് കുമാറിന്റെ ഭാര്യയോടും ഗണേഷ് കുമാർ മാപ്പ് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ടായിരിക്കാം എന്ന് തന്നെയാണ് കരുതേണ്ടിയുള്ളത്. ഈ പരാതി പിൻവലിപ്പിച്ചത് പോലും മുഖ്യമന്ത്രി ആയിരിക്കാം. എന്തായാലും മമ്മൂട്ടി വിഷയം കത്തിക്കേറി ഈ സഖാക്കന്മാർ ഒന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ കിടന്ന് ഈ നിസാര കാര്യത്തിന് ഈ CPM-ന്റെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് ഈ ലോകത്ത് വലിയ സംഭവമൊന്നും അല്ല എന്നുള്ള കാര്യം ഈ സഖാക്കന്മാരൊന്നും മനസ്സിലാക്കണം. നിങ്ങൾക്ക് വലിയ സംഭവമായിരിക്കും, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നോട്ടെ. ഈ ലോകത്തുള്ള ഈ നാട്ടിലെ ജനങ്ങളെല്ലാം നിങ്ങളുടെ ഓരോ സ്ഥലത്തെയും സെക്രട്ടറിമാരെ തൊഴണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല.